അതെ, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എടുത്ത് കളയാൻ വേണ്ടിയിട്ടല്ല. പല പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റണം ഒരു ഡ്രസ്സ് തന്നെ. ഈ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? എന്നെ പോലെ 90% പെൺകുട്ടികളും എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് അലമാരങ്ങൾ തുറന്നിട്ട് എന്റെ കയ്യിൽ നല്ല ഡ്രസ്സ് പോലും ഇടാനായിട്ട് എന്ന് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിനർത്ഥം ടെക്നിക്കലി ആൻഡ് ഫിസിക്കലി അവളുടെ കയ്യിൽ ഇടാൻ ഡ്രസ്സ് ഒന്നും ഇല്ല എന്നല്ല, മറിച്ച് ഒക്കേഷണലി ആൻഡ് ഇമോഷണലി അവളുടെ കയ്യിൽ ആ സമയത്ത് ഇടാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ടെക്നിക്കലി ഈ ഡ്രസ്സ് ഇട്ട് നല്ല ടോപ്പ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇടാനുള്ള ആക്സസറി സ്റ്റാർട്ടിംഗ് ഫ്രം കമ്മൽ, മുക്കുത്തി, മാല, വാച്ചിന് സ്റ്റാർട്ടിംഗ്, പിന്നെ പേഴ്സ്, ഷൂ എന്നൊക്കെ പറഞ്ഞ് ബോയ്സിന് മനസ്സിലുള്ള രീതി പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചിന് നമ്മൾ ഇന്ത്യൻ ടീമിന്റെ ലൈനപ്പ് സെറ്റ് ചെയ്യില്ല, അതുപോലെ ഒരു ടീം ലൈനപ്പ് തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി വരും. ആ ടീമിൽ ഒരു മെമ്പർ കൂടി. ഇതിലൂടെ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ്. ശരിക്കും ലേഡീസ് പുറത്തു പോകുമ്പോൾ എനിക്ക് ഡ്രസ്സില്ലേ എന്ന് പറഞ്ഞ് അവരെ വിഷമിക്കാറുണ്ട്. അതിന് എനിക്ക് റീസൺ ആയിട്ട് തോന്നുന്നത്, ഒരു 400-500 റേഞ്ചിലുള്ള ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ചു വെക്കും. അത് 1-2 വാഷ് ചെയ്യുമ്പോൾ അതൊന്നുകിൽ ശ്രിങ്കായി പോവും, അല്ലെങ്കിൽ ഫെയ്ഡായി പോവും. അപ്പോൾ പിന്നെ പുറത്തു പോകാനായിട്ട് ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്ത ഡ്രസ്സായിരിക്കും പിന്നെ നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡ്രസ്സിന്റെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കുറച്ച് ഡ്രസ്സിന് നമുക്ക് പല പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ഡ്രസ്സ് വാങ്ങുന്നത് തന്നെ നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു പ്രാവശ്യം കളയാൻ വേണ്ടിയിട്ടല്ല. ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ, ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ, അങ്ങനെ പലതും ഇവിടെ വരുന്നുണ്ട്. അത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരു ഫാബ്രിക് ആയി വരുന്നതിന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിൽ ചില പ്രോസസ്സുകൾ അവർ കട്ട് ചെയ്യുമ്പോൾ ആ യൂണിറ്റിന്റെ കോസ്റ്റ് കുറയുകയും കുറഞ്ഞ റേറ്റിൽ അവർക്ക് ആ ഫാബ്രിക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതേ സമയത്ത് അവർ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഫാബ്രിക് ഉണ്ടാക്കും. അപ്പോൾ അവിടുത്തെ യൂണിറ്റിന്റെ കൂടിയ കോസ്റ്റ് ആണ് അവർ ആ ഫാബ്രിക്കിൽ പ്രൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രീമിയം ഫാബ്രിക് പ്രൈസ് കൂടി വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഡ്രസ്സ്, അത് നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് നോക്കി വാങ്ങുക എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇവിടെ കമൻറ്റ് ചെയ്യണേ. അത് എന്ത് കമൻ്റ് ആയാലും ചെയ്യണം.